പോസ്റ്റ് ഉണ്ടാക്കാൻ അറിയോ? ഏയ് അയ്യേ, എനിക്ക് വരെ അറിയാം. അമ്മയ്ക്ക് പോലും ഒന്നും അറിയില്ല. നമ്മളിന്ന് പറയാൻ പോകുന്നത് ക്യാൻവ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. CANVA എന്ന് സെർച്ച് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളിവിടെ ടോപ്പിൽ വന്നിട്ട് നമുക്ക് യൂട്യൂബിൽ തമ്പനെയിലാണല്ലോ കൊടുക്കേണ്ടത്. അപ്പം യൂട്യൂബ് തമ്പനെയിൽ നിന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഡയമെൻഷനിലുള്ള കുറേ തമ്പനെയിലിൻ്റെ ഓൾറെഡി എക്സിസ്റ്റിംഗ് ടെംപ്ലേറ്റ്സ് അതിൽ കാണാൻ പറ്റും. അപ്പോൾ അതിങ്ങനെ സ്ക്രോൾ ചെയ്തിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. പിന്നെ നമ്മളത് ഫുള്ളായിട്ട് മാറ്റാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. പല ടൈപ്പ് ഓഫ് ടെംപ്ലേറ്റ്സുകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒന്ന് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം അത് ഫുള്ളി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് നമ്മുടേതാക്കി മാറ്റാൻ പറ്റും. ഞാൻ ആദ്യം ചെയ്യാൻ പോകുന്നത് അതിൽ ഉള്ള ഫോട്ടോസ് ജസ്റ്റ് അതിൽ ടച്ച് ചെയ്താൽ മതി, താഴെ അത് ലോഡാവും. എന്നിട്ട് നമ്മൾ ഗാലറിയിൽ നിന്ന് എൻ്റെ 2 ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ എൻ്റെ 2 ഫോട്ടോ അതിൽ നിന്ന് സെലക്ട് ചെയ്തിട്ട് കൊണ്ടുവരാൻ പോവാണ്. ഒരെണ്ണമാണ് ഇപ്പോൾ എടുക്കുന്നത് കേട്ടോ. മറ്റേ ബാക്ക്ഗ്രൗണ്ട് ഞാൻ മാറ്റിയില്ല. അത് വേണമെങ്കിൽ നമ്മൾ അടുത്തൊരു ഫോട്ടോ സെലക്ട് ചെയ്താൽ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഫോട്ടോ വരും. അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഞാൻ ആ സ്ക്രീനിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ മേലെ ടച്ച് ചെയ്യുന്നു, ഡിലീറ്റ് ബട്ടൺ കൊടുക്കുന്നു, ഡിലീറ്റ് ചെയ്യുന്നു. ഇനി അതിൽ ഒരെണ്ണം ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ബിസിനസ് സീക്രറ്റ്സ് എന്നായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ മേലെ ടച്ച് ചെയ്തിട്ട് അത് മാറ്റിയിട്ട് ഡേ ഇൻ മൈ ലൈഫ് എന്ന് കൊടുക്കുകയാണ്. എന്ത് വേണേൽ കൊടുക്കാം കേട്ടോ. നമ്മുടെ കണ്ടൻറ്റ് എന്താണോ അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനത് ഡേ ഇൻ മൈ ലൈഫ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് അതിനെ കുറച്ച് മേലെ കൊണ്ട് വെച്ചിട്ട് അതിൻ്റെ ബാക്കിലുള്ളതൊക്കെ ജസ്റ്റ് ടച്ച് ചെയ്ത് ഡിലീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ആവശ്യമുള്ളത് മാത്രം വന്നു. എന്നിട്ട് നമ്മളതിനെ കറക്റ്റ് സൈസിൽ അത് ജസ്റ്റ് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നമുക്ക് എഡിറ്റ് ഓപ്ഷൻ വരും കേട്ടോ. എന്ത് വേണേൽ ചെയ്യാൻ പറ്റുമേ. ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള ഓവർ തീമൊക്കെ ഒന്ന് ചെറുതാക്കി കൊടുക്കുകയാണ്. അത് ഒരുപാട് കളേഴ്സ് ആയിട്ടുണ്ട്. ഇനി ഫുൾ ബാക്ക്ഗ്രൗണ്ടത്തെ കളർ മാറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ബാക്ക് ടച്ച് ചെയ്തു, കളർ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് കളർ മാറ്റുന്നു. അപ്പോൾ നമുക്ക് എന്ത് കളർ വേണമെങ്കിലും കൊടുക്കാം. ഇത് കംപ്ലീറ്റ്ലി കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ അത് മാറ്റിയിട്ട് ഒരു യെല്ലോ ഷെയ്ഡ് കൊടുത്തു. എന്നിട്ട് ആ ഡേ ഇൻ മൈ ലൈഫ് എന്ന് എഴുതിയിട്ടുള്ളത് വൈറ്റ് കളറിലായതുകൊണ്ട് യെല്ലോയിൽ അത് സ്യൂട്ട് ആവുന്നില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ കളറും അതുപോലെ ഡിസൈനൊക്കെ ഒന്ന് മാറ്റാൻ പോവാണ്. അപ്പോൾ അതിൽ ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. താഴെ ബോൾഡാക്കാനും കളർ അതിൻ്റെ തന്നെ ടെക്സ്റ്റിൻ്റെ തന്നെ കളർ മാറ്റാനും അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് താഴെ കാണുന്നുണ്ട്. അതുപോലെ ഇപ്പം ആ ഫോണ്ട് സൈസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് സൈസ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. കളറ് ക്ലിക്ക് ചെയ്ത് മാറ്റാം, ബോൾഡ് ആക്കാൻ പറ്റും, ഫോണ്ടിൻ്റെ ഡിസൈൻ മാറ്റാൻ പറ്റും, അതിൻ്റെ എഴുതിയിട്ടുള്ള ടൈപ്പ് മാറ്റാൻ പറ്റും. പിന്നെ അതിൻ്റെ ബാക്കിൽ നമുക്ക് വേറെ എഫക്ട്സ് ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ എന്ത് വേണേൽ ചെയ്യാം. പിന്നെ അതിൻ്റെ പൊസിഷൻ ഇങ്ങനെ മാറ്റി കൊടുക്കാം. എന്നിട്ട് ഞാനിപ്പം ആ യെല്ലോയിലോട്ട് അത് ഇറക്കി വെച്ചു. അപ്പോൾ അത് കുറച്ച് ബ്രൈറ്റായിട്ട് ഡേ ഇൻ മൈ ലൈഫ് എന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഇത് ഞാനിതിലിനി സബ്സ്ക്രൈബ്, നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് എന്ന് സെർച്ച് ചെയ്യാണ്. അത് സെർച്ച് ചെയ്യുന്നത് താഴെയുള്ള എലമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷനിലാണ് കേട്ടോ. നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ ആഡ് ചെയ്ത് കൊണ്ടുവരാം എലമെൻറ്റ്സിൽ നിന്ന്. ഇപ്പോൾ ഞാൻ സബ്സ്ക്രൈബ് നൗ എന്നൊരു ബട്ടൺ ആ എലമെൻറ്റ്സിൽ നിന്ന് സെർച്ച് ചെയ്തു, ആഡ് ചെയ്ത് കൊണ്ടുവന്നിട്ട് മേലെ കയറ്റി വെക്കുകയാണ്. എന്നിട്ട് ഞാൻ എൻ്റെ ചാനലിൻ്റെ പേരും കൂടി, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണല്ലോ പറയുന്നത്. അപ്പോൾ താഴെ ടെക്സ്റ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് അതിൽ എൻ്റെ ചാനലിൻ്റെ പേര് സുചിത്ര സന്ധു എന്നാണ് എൻ്റെ ചാനലിൻ്റെ പേര്. അപ്പോൾ സുചിത്ര സന്ധു എന്ന് സെർച്ച് ചെയ്തിട്ട് ഞാൻ മേലെ അത് കൊണ്ടുവന്ന് പ്ലേസ് ചെയ്തു. എന്നിട്ട് അതിൻ്റെ അടുത്ത് സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ വെച്ചു. ഇപ്പം നമ്മുടെ ആ സൈഡിൽ നമ്മുടെ ഫോട്ടോ ഒരുപാട് വലുതായതുകൊണ്ട് ആ സബ്സ്ക്രൈബ് നൗ ബട്ടൺ അതിൻ്റെ മേലെ ഇരിക്കുന്നതുകൊണ്ട് ഞാൻ ആ ഫോട്ടോൻ്റെ സൈസും കൂടി ഒന്ന് ചെറുതാക്കി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ ജസ്റ്റ് ടച്ച് ചെയ്തു, ചെറുതാക്കി കൊടുത്തു. ഡേ ഇൻ മൈ ലൈഫ് എന്ന് എഴുതിയത് കുറച്ചും കൂടെ വലുതാക്കി കൊടുത്തു. ആ ബാക്ക്ഗ്രൗണ്ടിലുള്ള എഫക്റ്റിൻ്റെ പൊസിഷനൊക്കെ ഒന്ന് ചെറുതാക്കി ഒന്ന് കസ്റ്റമൈസ് ചെയ്യാണ്. ആ സബ്സ്ക്രൈബ് നൗവിൻ്റെ അടുത്ത് കൊണ്ടുവച്ചു. അപ്പോൾ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത്. ഇപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ ചെയ്ത ഡിസൈനാണ്. നമ്മൾ കൊണ്ടുവന്ന ആ ടെംപ്ലേറ്റ് കംപ്ലീറ്റ്ലി മാറ്റി നമ്മൾ നമ്മുടേതായ ഒരു ഡിസൈനാക്കി മാറ്റുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. ഇത്രയും സിമ്പിളാണ്. ക്യാൻവ നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്തിട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. താങ്ക് യു.